വെള്ളങ്ങളുടെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു, കൂട്ടമായിട്ട് സമുദ്രത്തിൽ ജീവികളുണ്ടാകട്ടെ. എൻ്റെ ഭാഷയാ. അപ്പൊ തിമിംഗലം മുതൽ ചൂട വരെ ഉണ്ടായി. ചൂട എന്നാ ഞങ്ങളുടെ അവിടെ പറയുന്നത് കുഞ്ഞു മീന്. ഇവിടെ എന്തുവാ പറയാ? അതാ ചൂട. അപ്പൊ തിമിംഗലം മുതല് ചൂട് വരെ ഒറ്റ വാക്കുകൊണ്ട് നിർമ്മിച്ചവനാ ദൈവം. അന്നാരവാ നിന്റെ എവിടെ പോകുന്നത്? നെന്മീൻ ദൈവത്തിന് കൊടുക്കാൻ പോടാ. എന്തുവാ ചുമ്മാ നിന്റെ ചീഞ്ഞ നെന്മീന്. ഇത് ദൈവം സൃഷ്ടിച്ചതാ. ഈ ഭൂമിയെ നോക്കി വെച്ച് ദൈവം പറഞ്ഞു, മൃഗജാലങ്ങളെ ഏതാണ്ട് 35,000 ഇനത്തിൽപ്പെട്ടത് പിന്നെ ഉണ്ട്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പണ്ടത്തതിലോട്ട് പോകുന്നില്ല. ആന മുതൽ അരണ വരെ ദൈവം സൃഷ്ടിച്ചതാ. അന്നവാര നീ ഒരാടുമായിട്ട് അങ്ങോട്ട് എവിടെ പോകുന്നത് മേരിക്കുട്ടി? ആട് എന്തിനാ? കർത്താവിന്. പിന്നെ മേട് പിടിച്ചൊരാട് ചൊരത്തുക പോലെ ഞാനാ പോലും ഒരു തുള്ളി പാലില്ല ദൈവത്തിന്. ആടിൻ്റെ അകിടി പിടിച്ച് ഊഞ്ഞാലാടിയാ പോലും ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. അത് ദൈവത്തിന്. പൊട്ടാ, നിന്റെ ആടും വേണ്ട മാടും വേണ്ട, ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അല്ല, ദൈവത്തിന് ഇത് വേണ്ടല്ലോ. വായിച്ചേ മോളെ, 50-ാം സങ്കീർത്തനം 9-ാം വാക്യം വായിര്. 50-9 പെട്ടെന്ന് വായിര്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് ജോർജ് കുട്ടിയെ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന്, നിന്റെ പെണ്ണമേ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. ദൈവത്തിന് വേണ്ടെന്ന്. നിന്റെ പെണ്ണാടും വേണ്ട, മുട്ടാടും വേണ്ട, ഒന്നും ദൈവത്തിന് വേണ്ട. ഒന്നുകൂടെ വായിച്ച് ബ്ലസ്സി കേക്കട്ടെ. ബ്ലസ്സി എന്നല്ലേ? വായിര്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ ഞാൻ എടുക്കത്തില്ലെന്ന്. വേണ്ട. അടുത്ത വാക്യം വായിര്. കാട്ടിലെ സകല മൃഗവും, കാട്ടിലെ സകല മൃഗങ്ങളും, പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. ദൈവത്തിൻ്റെതല്ലേ? യോ കടടി പുല്ലി ചെന്നായി കാട്ടു പൊത്തു കരിമ്പുല്ലി കൂട്ടം. കരടി പുല്ലി ചെന്നായി കാട്ടു പൊത്തു കരിമ്പുല്ലി കൂട്ടം. കാട്ടിലെന്തുണ്ട്? കരടി പുല്ലി ചെന്നായി കാട്ടു പൊത്തു. നല്ല ഇളകരുതിട്ട് വേറെ പാട്ടാ കേട്ടോ. കയറി യായി കയറും. എവിടെ കയറി മൂക്കുന്ന വേണ്ട പാടണ്ട. ഉള്ള ഭൂതം കയറി എങ്ങാനും പോയെങ്കിൽ എന്നെ ചോദിച്ചാനുള്ളത് കൊണ്ട് എനിക്കൊരു ആശ്വാസമാണ്. അഥവാ ഇളകിയാ ഞാൻ അങ്ങോട്ട് കൊടുത്തേച്ച് ഞാനങ്ങ് പോവും. പിള്ളേ എൻ്റെ പരുവത്തിന് ചെയ്തോളൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാട്ടിലെ 1000 ജന്തുക്കൾ. വായിച്ചോ 50-9 ഒന്നുകൂടെ വായിച്ചോ. വായിച്ചേ. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ എനിക്ക് വേണ്ട, ഞാൻ എടുക്കത്തില്ല. പിന്നെ കാട്ടിലെ സകല മൃഗവും, പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും, 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. എനിക്കുള്ളത് എന്റേതാണ്, എനിക്കുള്ളവയാ. പിന്നെയാണോ നിന്റേത്? വായിരേ. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. മലകളിലെ പക്ഷി. അന്നേരം നീ ഒരു പൂവങ്കോടിയുടെ പെടലിക്ക് പിടിച്ചോണ്ട് പോവാ കർത്താവിന്. അയാളുടെ കൈ ഒരു പൂവങ്കോടിയും തള്ളയുടെ കൈ പെടക്കോടിയും. പിന്നെ കർത്താവ് ഇപ്പൊ അടവെക്കാൻ പോവല്ലേ? എന്നാ മുട്ടയും കൂടെ അങ്ങ് കൊണ്ടിയല്ലേ 21 എടാ, ഊളം പരിപാടിയെല്ലാം നിർത്തേ. ദൈവത്തിന് നിന്റെ പെടക്കോഴിയും വേണ്ട, പൂവങ്കോഴിയും വേണ്ട, നിന്റെ ഗിരിരാജനും വേണ്ട. ദൈവത്തിന് ഗിരിരാജൻ. ദൈവത്തിന് വിശന്നാവല്ലോ ചോദിക്കുമോ? നിന്റെ പക്ഷികളെ ഒന്നും വേണ്ട. വായിച്ചേ മോളെ. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറകയില്ല. അന്നേരം നീ എന്തിനാണ് ദൈവത്തിന് ചോറും പിന്നെ എല്ലാം കൊണ്ട്? ദൈവത്തിന് വിശന്നാ നിന്നോട് പറ. ദൈവം ഇതാണോ കഴിക്കുന്നേ? എന്നാ ദൈവമേ ഇച്ചിരി പുന്നലിന്റെ അരിയാ ഈയിടെ കുത്തിയതാ, അല്ല കൊണ്ട് വെച്ചിട്ട് കഴിച്ചോ.
ബാക്കി നീ തന്നെ അങ്ങ് തിന്നുക. ദൈവത്തിന് വിശന്നാ നിന്നോട് ചോദിക്കുമോ? ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, വായിച്ചേ മോളെ. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. ഭൂലോകവും അതിന്റെ നിറവും എന്റേതത്രേ. പിന്നെ ഞാൻ കാളയുടെ മാംസം തിന്നുമോ? അയ്യോ, ഞാൻ കാളയുടെ പോത്തിറച്ചിയും കാളയിറച്ചിയും ഒന്നും എനിക്ക് വേണ്ടെന്ന് ദൈവത്തിന്. എന്നാൽ നമ്മൾ കൊണ്ടെല്ലാം ഒരുക്കി വച്ചിരിക്കുക. വായിരേ. കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? അതും വേണ്ട ദൈവത്തിന്. പിന്നെ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. നീ അത് ചെയ്താ മതി. ഇവിടെ ഇരുന്നോണ്ട് നീ ഇതിനകത്ത് വന്ന് കയ്യും കെട്ടിക്ക വായും പൂട്ടി കാലും വെച്ച് ഞാൻ വലിയ വൈസ്രോയ്യാ, ചിങ്ങവനത്തെ വലിയ പുള്ളിയാ, കുറിച്ചിലെ ഔട്ട് പോസ്റ്റിലെ വലിയ പുള്ളിയാ, ഞാൻ ഇന്നോടത്ത് ഞാനും പറഞ്ഞു നീ ആള് കളിച്ചടിക്കാതെ നിന്റെ ആടും വേണ്ട, കാളയും വേണ്ട, മാടും വേണ്ട, പക്ഷിയും വേണ്ട, കോഴിയും വേണ്ട. പിന്നെ നീയും ഞാനും ചെയ്യേണ്ടത് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക. ഭംഗമില്ലാതെ ഓടിടുന്ന് ഞാൻ എൻ്റെ പാസുരമ ഭാഗ്യനാടിനായി. ഭംഗമില്ലാതെ ഓടിടുന്നു ഞാൻ എൻ്റെ പാസുരമ ഭാഗ്യനാടിനായി. ഭംഗിയേറും ഭവനമതിൽ അംഗമതായി തീർത്തിടുമ്പോൾ ഇന്നികത്തിൽ മർത്യരെല്ലാം ഓ വിങ്ങിടുമേ നിത്യഭാരത, വിങ്ങിടുമേ നിത്യഭാരത. നന്ദിയോടെ കീർത്തിച്ചിടും കർത്താവിൻ, നന്ദിയോടെ കീർത്തിച്ചിടും ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന് ഈ ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുത്ത് പ്രീതി കിട്ടുമെന്ന് ചിന്തിക്കേണ്ട, അബദ്ധമാ. ഇന്ന് രാത്രി നിന്നെ ദൈവത്തിന് കൊടുക്ക്, സ്തോത്രയാഗം അർപ്പിക്കുക. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. സുവിശേഷം നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഓടിച്ചു പോകാം, ഇനി അധികം വിവരിക്കാൻ നേരമില്ല, എടുത്ത വാക്യത്തോട് വന്ന് കൂറ് പുലർത്തണമല്ലോ. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാണ്. വായിച്ചു അറിവുള്ള വാക്യമായ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. അറിവുണ്ടല്ലോ. അപ്പൊ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത, ഇത് സമാധാനം തരുന്ന മാർഗമാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ ആരെങ്കിലും അലകുന്നെങ്കിൽ മദ്യമല്ല സമാധാനം തരുന്നത്, ലഹരി പദാർത്ഥമല്ല. ആമേൻ, സ്തോത്രം. അതേ വിഷം കഴിച്ച് മരിക്കുന്നതുമല്ല പരിഹാരം. പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. ഇന്ന് രാത്രി യേശു നിനക്ക് സമാധാനം തരും.